പട്കഥയുടെ ദൂസരി അംഗമായിട്ടുള്ള ദൃശ്യമയി ബുനാവട്ടാണ് അടുത്ത പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് പട്കഥ. എഴുത്തിൻ്റെ ആത്മാവായിട്ടാണ് പട്കഥയെ കണക്കാക്കുന്നത്. കഥ എഴുതുന്നതിൻ്റെ കുറവുകൾ പരിഹരിക്കുന്നത് പട്കഥയിലാണ്. ഡയലോഗ് എന്നത് മെയിൻ കാര്യമാണ്. പട്കഥ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സംവാദം എന്ന് പറയുന്നത്. പട്കഥയിൽ 2 തരത്തിലാണ് കഹാനി അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് സീതേ സീതേ പ്രത്യേകിച്ച് കഹാനിയാം എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് കഥ മുമ്പോട്ട് പോകുന്നത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഥ തുടങ്ങുകയോ അല്ലെങ്കിൽ കഥയുടെ പാതിയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഫ്ലാഷ് ബാക്കിലോട്ട് പോകത്തില്ലേ, അതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഒരു കഥ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പട്കഥ എഴുതാൻ സാധിക്കൂ. ഈ ഫിലിമിലെ കഹാനി ആയാലും എന്തുവാണെങ്കിലും എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം, എപ്രകാരമാണ് അവസാന ക്ലൈമാക്സ് എത്തേണ്ടത്, എല്ലാ കാര്യവും പട്കഥയിൽ എഴുതിയിരിക്കും. പട്കഥയെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന രീതിയിലായിരിക്കും, ആ സ്റ്റൈലിലായിരിക്കും എഴുതുന്നത്. കഹാനി ലേഖകനേക്കാൾ ജോബ് ഡിഫറൻ്റ് ആയിരിക്കും പട്കഥ എഴുത്തുകാർക്ക്. ഒരു കഥ അതിന് പട്കഥയായിട്ട് മാറ്റുമ്പോൾ 2 മെത്തേഡായിട്ടാണ് വരുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ ദൃശ്യം, രണ്ടെന്ന് വെച്ചാൽ സംവാദിയ കമൻട്രി. ഇനി പട്കഥയിലേക്ക് കഹാനി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേത്, ആ കഥയുടെ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ജനങ്ങളെ ആകർഷിക്കണം. നമ്മൾ ഒരു കഥാപാത്രത്തെ അതിൽ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം അവരേത് റോളാണ് പ്ലേ ചെയ്യുന്നത്, അവരാരാണെന്നൊക്കെ. അല്ലാതെ അവരെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ചെയ്യരുത്. നെഗറ്റീവ് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കരുത്. പട്കഥ കാ തീസരി അംഗാണ് സംവാദ് അല്ലെങ്കിൽ ഡയലോഗ്. ഈ 2-3 ആളുകളുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഒരു കഥയിലുള്ള കഥാപാത്രത്തിൻ്റെ വിചാരങ്ങളും ഭാവനകളും പ്രതിക്രിയകളും എല്ലാം ദൃശ്യത്തിലൂടെ മാത്രമല്ല സൗണ്ടിനും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ജീവിതത്തിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കണം പട്കഥ സംവാദിലും. എന്ന് വെച്ചാൽ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യണം. ഇനി സംവാദിന് വേണ്ട ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേന്ന് വെച്ചാൽ അത് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അസ്വാഭാവികമായിട്ടുള്ളതും ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്ന് വെച്ചാൽ അന്യഭാഷയിലെ സിനിമ എടുത്ത് നമ്മളുടെ ഭാഷയിലോട്ട് ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി പോവുകയും നമുക്ക് അത് വീണ്ടും കാണണമെന്ന് ഒരു താല്പര്യം ഉണ്ടാകുകയും ചെയ്യില്ല. എത്ര നല്ല സിനിമയാണെന്ന് പറഞ്ഞാലും നമ്മൾ വേറെ ഭാഷയിൽ ഡബ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി പോവും. അടുത്തത് ദൃശ്യ ശ്രവ്യ മാധ്യം കെ സംവാദ് കാ മഹത്വം. പണ്ടത്തെ കാലത്ത് നിശബ്ദ ചലച്ചിത്രങ്ങളുണ്ടായിരുന്നു. അതിനകത്തെന്ന് പറയുമ്പോൾ നമുക്ക് സംവാദ് എന്ന് വെച്ചാൽ ഡയലോഗൊന്നുമില്ല, അല്ലാതെ ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതിൽ സംവാദം ഇല്ലാത്തതിനാൽ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല ആ സിനിമയൊന്നും. ഇപ്പോൾ ആ ദൃശ്യത്തിൽ എന്തെങ്കിലും അപൂർണത ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സംവാദിലൂടെ അത് മാറ്റാൻ പറ്റും. ദൃശ്യവും ശ്രവ്യവും ഒരുമിച്ച് കൂടി ചേർന്നാലേ ഒരു സിനിമയെ ഒരു നല്ല സിനിമയായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. കഥാപാത്രങ്ങളുടെ ഡയലോഗിലൂടെ നമ്മൾ അവരേത് റോളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു. കോൺഫ്ലിക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയലോഗാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ദൃശ്യത്തിലൂടെ കാണിക്കാൻ കഴിയില്ല. കോമഡിക്കൊക്കെ ആ മൂവിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സംവാദ് ആ ചുറ്റുപാടിനനുസരിച്ച് പുതുമയുള്ളതായിരിക്കണം. ഇതൊക്കെ സംവാദം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടാണ് കേട്ടോ.